ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇതാ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് തന്നതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് റിലീസായിട്ടുണ്ട്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചും സ്പെഷ്യൽ എൻട്രി NCC സ്പെഷ്യൽ എൻട്രി സ്കീമിലേക്കുമാണ് ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ മെൻ ആൻഡ് വുമൺ ബോയ്സിനും ഗേൾസിനും ഇത് ഒരുപോലെ അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ എക്സാമിനേഷനാണ് ആദ്യം ഉണ്ടാവുക. എക്സാം ഡേറ്റ് ഇവിടെ കാണാം. 22 ഫെബ്രുവരി 2025 മുതൽ 23 ഫെബ്രുവരി 2025 വരെ, അതായത് ഫെബ്രുവരി 22, 23 തീയതിയിൽ റിട്ടൺ എക്സാമും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് നോട്ടിഫിക്കേഷനിൽ തന്നെ മെൻഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അഫ്കാറ്റ് എൻട്രിയാണ്. ഫ്ലൈയിങ് ബ്രാഞ്ച് മെൻ 21 വേക്കൻസി, വുമൺ 9 വേക്കൻസി. അത് ഫ്ലൈയിങ് ബ്രാഞ്ചാണ്. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലാണെങ്കിൽ 95-53 മെൻ, 27-14 വുമൺ. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലാണെങ്കിൽ 14-42. അങ്ങനെ സെപ്പറേറ്റ് വേക്കൻസി ഇവിടെ കാണാം. അഡ്മിൻ, LGS, അക്കൗണ്ട്സ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ സെപ്പറേറ്റ് വേക്കൻസികൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് വേക്കൻസിയുടെ പാറ്റേൺ. പിന്നെ NCC സ്പെഷ്യൽ എൻട്രിയിലേക്ക് സെപ്പറേറ്റ് ഒഴിവും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേക്കൻസി നിങ്ങൾ കണക്കാക്കരുത്. കാരണം വേക്കൻസി ആക്ച്വൽ വേക്കൻസി അല്ല, വേക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഫോർ മെൻ ആൻഡ് വുമൺ, അതായത് 10 വർഷത്തെ സേവനമായിരിക്കും നിങ്ങൾക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കലിലേക്ക് കിട്ടുക. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാവുമ്പോൾ 14 വർഷത്തെ സേവനം. നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഏജ് ലിമിറ്റ് കാണാം. ഫ്ലൈയിങ് ബ്രാഞ്ച് NCC സ്പെഷ്യൽ എൻട്രി രണ്ടിലേക്കും 20 മുതൽ 24 2 ജനുവരി 2002 1 ജനുവരി 2006 ഇടയിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ആണെങ്കിൽ 20 മുതൽ 26, നേരത്തെ 24 പറഞ്ഞ് ഇവിടെ 26 വരെ ഏജ് ലിമിറ്റ് കിട്ടുന്നുണ്ട്. 2 ജനുവരി 2000 1 ജനുവരി 2006 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. മേഴ്സർ സ്റ്റാറ്റസ് അൺമാരിഡ് ആയിരിക്കണം. എല്ലാവരും അപേക്ഷ അയക്കുന്ന എല്ലാവരും എന്താവണം? അൺമാരിഡ് ആയിരിക്കണം. ഇനി ക്വാളിഫിക്കേഷൻ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 10+2, അതായത് +2 മാത്സ് ഫിസിക്സ് പഠിച്ചിരിക്കണം. 50% മാർക്ക് നിങ്ങൾക്ക് ആ ഒരു മാത്സിലും ഫിസിക്സിലും ഉണ്ടാവണം. പിന്നെ ഗ്രാജുവേഷൻ വേണം. 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഏതായാലും കുഴപ്പമില്ല, പക്ഷേ 60% മാർക്ക് നിങ്ങൾക്ക് ടോട്ടൽ ഡിഗ്രിയിലും ഉണ്ടാവണം. ഇനി ഡിഗ്രി ഇല്ലെങ്കിൽ BTech കോഴ്സ് പഠിച്ചാലും അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ 60% മാർക്ക് ഉണ്ടാകണം. പിന്നെ സെക്ഷൻ A, സെക്ഷൻ B എക്സാമിനേഷൻ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയർ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് അവിടെ നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ ഒന്നെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ സെക്ഷൻ A, സെക്ഷൻ B എക്സാം. അതാണ് ക്വാളിഫിക്കേഷൻ. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ച് ആണെങ്കിൽ +2 ഫിസിക്സ് മാത്സ് 50% മാർക്കോട് കൂടി പാസ്സാവുക. പിന്നെ ഒരു 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻ ഇൻ എൻജിനീയറിംഗ് ടെക്നോളജി ഏതെങ്കിലും ഒന്നുണ്ടാവണം. ഇല്ലെങ്കിൽ ക്ലിയർ സെക്ഷൻ A ആൻഡ് സെക്ഷൻ B ഓഫ് എക്സാമിനേഷൻ ഓഫ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ട്രീമുകൾ ഇവിടെ കാണാം. 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ സ്ട്രീമുകളാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ ബ്രാഞ്ച് ആണെങ്കിൽ 50% മാർക്കോട് കൂടി നിങ്ങൾ +2 ഫിസിക്സ് മാത്സ് പാസ്സാവണം. അതിൻ്റെ കൂടെ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ PG, അതും അല്ലെങ്കിൽ PG നിങ്ങൾക്ക് എൻജിനീയറിംഗ് ഓർ ടെക്നോളജി ഏതെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്ലിയർഡ് സെക്ഷൻ A ആൻഡ് സെക്ഷൻ B എക്സാമിനേഷൻ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകണം എൻജിനീയറിൽ, അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ 60% മാർക്കോട് കൂടി പാസ്സാവുക.
അതിൻ്റെ സ്ട്രീമാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ 50% മാർക്കോടുകൂടി +2 മാത്സും ഫിസിക്സും പാസ്സാവണം. അതിൻ്റെ കൂടെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഏതായാലും കുഴപ്പമില്ല, 60% മാർക്ക് വേണം. ഇനി ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ BE അല്ലെങ്കിൽ BTech കോഴ്സ് നിങ്ങൾ 60% മാർക്കോട് കൂടി പാസ്സായാൽ വെപ്പൺസ് ബ്രാഞ്ചിലേക്ക്, വെപ്പൺ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ആണെങ്കിൽ +2 വിത്ത് ഗ്രാജുവേഷൻ, മിനിമം 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്, ഏതായാലും കുഴപ്പമില്ല, 60% മാർക്ക് ഉണ്ടാകണമെന്ന് മാത്രം. ഇല്ലെങ്കിൽ സെക്ഷൻ ആൻഡ് സെക്ഷൻ B എക്സാമിനേഷൻ, അസോസിയേറ്റ് മെമ്പർഷിപ്പിൻ്റെ കീഴിലുള്ള എക്സാമിനേഷൻ എഞ്ചിനീയറിംഗിൽ പാസ്സായാലും മതി. ഇല്ലെങ്കിൽ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. 60% മാർക്ക് അവിടെയും പറയുന്നുണ്ട്. അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ നിങ്ങൾ +2 പാസ്സാവുക, ഏത് +2 ആയാലും കുഴപ്പമില്ല. 60% മാർക്കോട് കൂടി നിങ്ങൾ ഗ്രാജുവേഷൻ പാസ്സായിട്ടുണ്ടാവണം. BCom ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതായത് BBA, അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അതും അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ CA, CMA, CS, CFA ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. BSc വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ് ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കാം. എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ആണെങ്കിൽ +2 ഉണ്ടായിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 50% മാർക്കോട് കൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ 60% മാർക്കോട് കൂടി നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. മെറ്റീരിയോളജി ആണെങ്കിൽ ഏതെങ്കിലും ഒരു +2 സ്ട്രീം നിങ്ങൾ പാസ്സാവുക, അതിൻ്റെ കൂടെ BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് 60% മാർക്കോട് കൂടി പാസ്സാവണം. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തെ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് അവിടെയും പറയുന്നുണ്ട്. ഈ പറയുന്ന സ്ട്രീമുകൾ, ഇവിടെ കാണുന്ന സ്ട്രീമുകൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ക്വാളിഫിക്കേഷൻ നല്ല രീതിയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയുക, റിപ്ലൈ തരാം. ക്വാളിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നോട്ടിഫിക്കേഷൻ ഇനി ഇതിലേക്ക് അപേക്ഷ അയക്കുമ്പോൾ ചെസ്റ്റ് വേണ്ടത് ബോയ്സിന് 77 സെൻറ്റിമീറ്ററാണ് മിനിമം. എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ കൂടുതലുണ്ടാവണം. പിന്നെ ഹൈറ്റ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ബോയ്സിന് ഹൈറ്റ് വേണ്ടത് 157 സെൻറ്റിമീറ്ററും ഗേൾസിന് 152 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. പിന്നെ ഫ്ലൈയിങ് ബ്രാഞ്ച് ആണെങ്കിൽ 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം. ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. 550 രൂപ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 550 രൂപ കൊടുത്ത് നിങ്ങളിത് പഠിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഇത് അപേക്ഷ അയച്ചാൽ മതി. ഒരു കാരണവശാലും 550 രൂപ നിങ്ങൾ വെറുതെ കളയാൻ ഞാൻ പ്രേരിപ്പിക്കില്ല. പഠിച്ച് നന്നായി പ്രിപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി 22, 23 എക്സാം നടത്തുന്നത്. അതിനൊന്നും മാറ്റം ഉണ്ടാവില്ല. കറക്റ്റായിട്ട് എക്സാം അവർ പറഞ്ഞ ഡേറ്റിൽ കണ്ടക്ട് ചെയ്യും. ജനറൽ അവയർനെസ്, വെർബൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ്, ന്യൂമെറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്, മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് സിലബസുകൾ വരുന്നത്. 2 മണിക്കൂർ നിങ്ങൾക്ക് എക്സാം ടൈം കിട്ടുന്നുണ്ട്. 100 ക്വസ്റ്റ്യൻസ്, 300 മാർക്കിനാണ് എക്സാം. അതായത് ഒരു ക്വസ്റ്റ്യന്, ഒരു ശരി ഉത്തരത്തിന് 3 മാർക്ക് കിട്ടും. ഒരെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ടും പോകും. അതാണ് മാർക്കിംഗ് സ്കീം വരുന്നത്. ഇനി പലർക്കുള്ള ഡൗട്ടായിരിക്കും കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ കിട്ടുമെന്ന്. തീർച്ചയായിട്ടും കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. കണ്ണൂർ, കൊച്ചി, കണ്ണൂർ കാണാം, ഇവിടെ കൊച്ചി ഉണ്ട്, പിന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ. നമ്മുടെ കേരളത്തിൽ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. 1600 മീറ്റർ 10 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. 10 പുഷപ്പും 3 ചിന്നപ്പും നിങ്ങൾ എടുത്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ കിട്ടാവുന്ന സാലറി കാണാം. 56,100 മുതൽ 1,77,500 വരെ നിങ്ങൾക്കിത് സാലറി പാക്കേജ് കിട്ടാവുന്ന ജോബാണ്. ഒരുപാട് അലവൻസുകളും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അവസരമാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല. ഗ്രാജുവേഷൻ BE, BTech ഒക്കെ ഉള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപേക്ഷ അയയ്ക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. എല്ലാ ഭാഗവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ അയക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക്
ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് നമുക്കറിയാം 31 ഡിസംബർ. ഈ മാസം 31-ന് മുന്നേ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി താഴെ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. ആ ഒരു ലിങ്ക് വഴി നിങ്ങളിത് അപ്ലൈ ചെയ്യുക. വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നല്ലൊരു അവസരമായതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ്, യൂണിഫോം പോസ്റ്റുകൾ ഉൾപ്പെടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പ് വരുത്താം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.